ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും റിച്ചൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മിൽമ ഈസ്റ്റേൺ പാലട മിക്സ് വെച്ചിട്ടൊരു പാലട പായസമാണ്. ഞാനെടുത്തത് മിൽമ ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ്. ഇതിലൊക്കെ 1 ലിറ്റർ പാലാണ് ആവശ്യമുള്ളത് ഈ പാലട മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഉപയോഗിച്ചൊരു പാലട പായസം ഉണ്ടാക്കിയാലോ? അങ്ങനെ പാലട പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ പാലാണ് വേണ്ടത്. അതിന് ഞാൻ മലബാർ മിൽക്ക് പറഞ്ഞ പാലാണ് യൂസ് ചെയ്യുന്നത്. ഇത് 1 ലിറ്റർ പാലുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇത് തിളപ്പിച്ചെടുക്കാം. ഇതാണ് നമ്മൾ മിക്സ് അട പാക്കറ്റിൽ നിന്നൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതാണ്. ഇതാണ് നമ്മൾ അട. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടപ്പായസം ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ 1 ലിറ്റർ പാല് നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. 200 ഗ്രാമിൻ്റെ മിൽമ ഇൻസ്റ്റാൻറ്റ് പാലട മിക്സ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് 200 ഗ്രാമാണ്. 200 ഗ്രാം പാലട പായസത്തേക്ക് വേണ്ടത് 1 ലിറ്റർ പാലാണ്. ഈ 1 ലിറ്റർ പാൽ ഉപയോഗിച്ച് നമ്മൾ ഈ മിക്സ്ഡ് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഞാൻ പാൽ തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കിയതിന് ശേഷം കൈവിടാതെ പാൽ ഇളക്കണം. കാരണം പാലും അടിയിൽ പിടിക്കും. അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അങ്ങനെ ഞാൻ പാൽ തിളപ്പിക്കാൻ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. തിളച്ച് വരുന്ന സമയം നമ്മുടെ മിക്സ് ഇതിൽ ചേർത്ത് നന്നായി കൈവിടാതെ ഇളക്കാം. അങ്ങനെ നമ്മുടെ പാൽ തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയം നമ്മൾ ഈ അട ഇതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യും. അങ്ങനെ നമ്മൾ പാൽ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ അട ഇട്ടിട്ട് 1/2 മണിക്കൂർ നന്നായി ഇളക്കുക. അപ്പോൾ ഈ പാല് അടിയും കൂടിയും ഒന്നിച്ച് നല്ല കട്ടിയായി വരിക. കട്ടിയാവുന്നത് വരെ നന്നായിട്ട് ഇളക്കണം. അങ്ങനെ നമ്മുടെ പാലും അടിയും ഒന്നിച്ച് തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അടി പിടിക്കാതിരിക്കാൻ നന്നായിട്ട് ഇളക്കണം. തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായി ഇളക്കി വേവിക്കാം. നന്നായിട്ട് കട്ടിയാവുന്നത് വരെ ഇളക്കണം. നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് തണുക്കാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മൾ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പായസമൊക്കെ റെഡിയായി. ഒക്കെ ഒന്നിച്ച് ഒപ്പായി വരുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് നമുക്ക് 1 ലിറ്റർ പാലിക്ക് 200 ഗ്രാം മിക്സ്ഡ് അടയാണ് ഞാൻ എടുക്കേണ്ടത്. 2 ലിറ്റർ പാലിൽ 2 പാക്ക് മിക്സ്ഡ് അട ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 2 ലിറ്റർ പാലിക്ക് 200 ഗ്രാമിൻ്റെ 2 പാക്ക് മിക്സ്ഡ് അട. ഞാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഓണക്കല്ല വരുന്നത്. ഓണത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഭവമാണ് അടപ്രഥമൻ. ഇങ്ങനെ നമ്മുടെ പായസം നന്നായി തിളക്കുന്നുണ്ട്. നന്നായി തിളച്ച് ഒരുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്നിച്ച് വന്നത് അടയും പാലും ഇതുപോലെയായി കട്ടിയായി വരും. എന്നിട്ടിതൊരു ബ്രൗൺ കളറാവും. അതുവരെ നമ്മൾ ഇളക്കി വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റാണ് നമ്മളിതിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. ഇതിലേക്ക് അണ്ടിമുന്തിരൊക്കെ വേണ്ടവർക്ക് ചേർക്കാം. ലാസ്റ്റ് വേണ്ടവർക്ക് നെയ്യ് വേണ്ടവർക്ക് അതും ചേർക്കാം. അങ്ങനെ നമ്മൾ പായസം ബ്രൗൺ കളറായിക്കൊണ്ട് വരുന്നുണ്ട്. അടയും പാലും എല്ലാം ഒന്നായി കട്ടിയായി അടപ്രഥമൻ പോലെ വരും. അപ്പോഴാണ് നമ്മളിത് ഗ്യാസിൽ നിന്ന് ഇറക്കി വയ്ക്കുക. അത് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം.
റിച്ചൂസ് വ്ളോഗ് ഇതുവരെ കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടപ്പായസം എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതിൻ്റെ മിൽമ മിക്സ്ഡ് ആയിട്ട് ഉപയോഗിച്ച് ആരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. ഞാൻ ഇത് ഉപയോഗിച്ച് 2ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഞാനിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി, ഇത് നിർബന്ധമൊന്നുമില്ല. നന്നായിട്ട് കുറുകി വരുന്ന സമയം കുറച്ച് നെയ്യും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. നമുക്കതിലേക്ക് കുറച്ച് മിൽക്ക് മേഡും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇത് കുറുകി വരുന്ന സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ബ്രൗൺ കളറായിട്ടുണ്ട്, കട്ടിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പായസം ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.